പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ തിരുനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരേണ്ടതിനെ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്ന ഞങ്ങളെ ഈ ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൂരത്തും സമീപത്തുമായി കേൾക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. സ്വർഗീയമായ ദർശനത്തോടെ വെളിപ്പാടോടെ തിരുവചനം സംസാരിപ്പാൻ ആവശ്യമായ ശക്തിയെ നൽകിത്തരണമേ. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന മകനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാവോടുകൂടെ അവിടുന്ന് ഇരുന്ന് പ്രവർത്തിക്കണമേ. ആദിയോടന്ത് അവിടുന്ന് തന്നെ നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 36 അധ്യായം അതിന്റെ 8 മുതൽ 19 വരെയുള്ള വാക്യമാണ്. എന്നാൽ അതിന്റെ ആദ്യത്തെ 8-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും നമുക്ക് ವಾಯಿക്കാം. ಇಂದಿನ ಧ್ಯಾನಕ್ಕೋಸ್ಕರವಾಗಿ ನಾವು ತೆಗೆದುಕೊಂಡಿರುವಂತ ಭಾಗ ವಿಮೋಚನ ಕಾಂಡ 36ನೇ ಸಂಧಿ, ಅದರ 1ನೇ ವಾಕ್ಯದಿಂದ ಹಿಡಿದು 8ാമത്തെ ವಾಕ್ಯ. 8 മുതൽ 8ನೇ ವಾಕ್ಯವನ್ನು ಅದರಲ್ಲಿ ನಾವು ಓದೋಣ. പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞനീൽ, ധൂമ്രനൂൽ, ചുവപ്പു നൂൽ എന്നിവ കൊണ്ടുള്ള 10 മൂടുശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. തിരുനവ നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരുവുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. 19 ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറമൂടിയും അതിന്റെ മീതെ തവിശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും അവൻ ഉണ്ടാക്കി. 8:19. ಆ ಕೆಲಸದಲ್ಲಿದ್ದ ಜಾಣರೆಲ್ಲರೂ ಹೊಸದ ನಾರಿನ 10 ತಾನು ಬಟ್ಟೆಗಳಿಂದ ಗುಡಾರವನ್ನು ಮಾಡಿ ಆ ಬಟ್ಟೆಗಳಲ್ಲಿ ನೀಲಿ, ಧೂಮ್ರ, ರಕ್ತ ವರ್ಣಗಳ ದಾರದಿಂದ ಕೆರೂಬಿಗಳನ್ನು ಚಮತ್ಕಾರವಾಗಿ ಕಸೂತಿ ಹಾಕಿ ಮಾಡಿದರು. 19ನೇ ವಾಕ್ಯ. ಅದಲ್ಲದೆ ಮಾಡಿರುವ ಕುರಿದೊಗಲುಗಳಿಂದ ಒಂದು ಮೇಲುದಿಕ್ಕೆಯನ್ನು, ಕಡಲು ಹಂದಿಯ ತೊಗಲುಗಳಿಂದ മറ്റൊന്ന് മേലൊതുക്കിയെന്നു ಮಾಡಿದರು. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നിന്നും ദൈവത്തിന്റെ കൂടാരത്തിന്റെ മൂടുവിരിയെ കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ വായിച്ചത്. അത് ക്രമീകരിക്കേണ്ട പ്ലാനും പദ്ധതിയും എല്ലാം അതിന്റെ 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അതിന്റെ മൂടുവിരിയാണ് പ്രധാനമായിട്ടുള്ള വിഷയം. രണ്ടാമതായിട്ട് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചുള്ള ചിത്രീകരണവും അതിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ನಾವಿಲ್ಲಿ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ದೇವದರ್ಶನ ಗುಡಾರದ ಸಂಬಂಧವಾಗಿ ಕಲಿಯುವಾಗ ಅದರ ಮೇಲುದಿಕೆಯ ಕುರಿತಾಗಿಯೂ ಅದನ್ನು ಯಾವ ಪ್ರಕಾರವಾಗಿ ಮಾಡಬೇಕೆಂಬುದಾಗಿ 8ನೇ ವಾಕ್ಯದಿಂದ 19ನೇ ವಾಕ್ಯವರೆಗೆ ಸವಿಸ್ತಾರವಾಗಿ ನೋಡುತ್ತೇವೆ. ಇಂದು ನಾವು ಚಿಂತಿಸಬೇಕಾದ ವಿಷಯ ಅದರ ಮೇಲುದಿಕೆ ಯಾವ ರೀತಿಯಾಗಿ ಮಾಡಲ್ಪಟ್ಟಿತು ಎಂಬುದಾಗಿ. ഈ തിരുവചന ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാം, ഇസ്രായേൽ മക്കൾ മരുഭൂമിവാസത്തിൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ പദ്ധതിയായിരുന്നു. അവർക്ക് മരുഭൂമിയിലെ ആരാധനയ്ക്കായി നിയമിക്കപ്പെട്ടതായിരുന്നു ഈ കൂടാരം. ನಾವಿಲ್ಲಿ ನೋಡುವ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಪೂರ್ವ ಪಿತೃಗಳಾದ ಇಸ್ರಾಯೇಲ್ ಜನರು ತಮ್ಮ ಮರುಭೂಮಿಯ ಪ್ರಯಾಣದಲ್ಲಿ ಅವರು ದೇವರನ್ನು ಆರಾಧಿಸುವ ಕುರಿತಾಗಿ ಅವರಿಗೋಸ್ಕರವಾಗಿ ಮಾಡಲ್ಪಟ್ಟಂತ ಈ ದೇವದರ್ಶನ ಗುಡಾರದ ಕುರಿತಾಗಿರುವಂತ ಅನುಭವವನ್ನು ನಾವು ಕಲಿತು ತಿಳ್ಕೊಳ್ಳಿದ್ದೇವೆ. തിരുവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാം, ഇത് ഒരു സ്വർഗീയമായ ദർശനത്തിന്റെ നിഴലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಗಮನಿಸುವಾಗ ಇಲ್ಲಿ ತಿಳಿಯಲು ಸಾಧ್ಯವಿದೆ,
ಪರಲೋಕದ ಒಂದು ದರ್ಶನವನ್ನು ವ್ಯಕ್ತವಾಗಿ ಇಲ್ಲಿ ನಮೂದಿಸಲ್ಪಟ್ಟಿದೆ. ആദ്യമായി നമ്മൾ വായിച്ചു 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു 4 തരത്തിലുള്ള കളറുള്ള 4 തരം നൂലുകളെ കുറിച്ച്. 8ನೇ ವಾಕ್ಯವನ್ನು ನಾವು ಗಮನಿಸಿದಾಗ ತಿಳಿಯಲು ಸಾಧ್ಯವಾಯಿತು. 4 ರೀತಿಯ ವರ್ಣಗಳ ಕಸೂತಿ ಕೆಲಸಗಳನ್ನು ಮಾಡಿದ ಕುರಿತಾಗಿ ಅಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ. ആ 4 നൂലുകളുടെ കളറ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്ന പ്രഭാവങ്ങളാണ്. ಆ 4 ನೂಲುಗಳ ಬಣ್ಣಗಳ ಕುರಿತಾಗಿ ಕಲಿಯುವಾಗ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಪ್ರಭಾವದ ಕುರಿತಾಗಿ ವರ್ಣಿಸುವಂತದ್ದಾಗಿದೆ. 4 സുവിശേഷം ശ്രദ്ധയോടെ വായിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകും കർത്താവായ യേശുക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന പ്രഭാവത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 4 ಸುವಾರ್ತೆಗಳನ್ನು ಕಲಿಯುವಂತ ದೇವರ ಮಕ್ಕಳಿಗೆ ಗೊತ್ತಾಗುತ್ತದೆ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಪ್ರಭಾವವು ಅಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟಿತ್ತು ಎಂಬುದಾಗಿ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കൂടാരം എന്ന് പറയുമ്പോൾ അത് മരുഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടതാകയാൽ അത്രമാത്രം സുരക്ഷിതമാക്കപ്പെട്ട ഒരു കൂടാരമായിരുന്നു. ಈ ದೇವದರ್ಶನ ಗುಡಾರದರೆ ಮರುಭೂಮಿಯಲ್ಲಿ ಅದು ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟದ್ರಿಂದ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಎಲ್ಲಾ ಸುರಕ್ಷತಾ ಕ್ರಮಗಳನ್ನು ಪಾಲಿಸಿ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟಿತ್ತು. മരുഭൂമിയിൽ പ്രകൃതിക്ഷോഭം, ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, കീടപ്രാണികളുടെ ഉപദ്രവം, ഇങ്ങനെയുള്ള പല തരത്തിലും കൂടാരത്തെ നശിപ്പിക്കാനും അശുദ്ധമാക്കുവാനും സാധിക്കും. അതൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് അത്രമാത്രം ദൈവം വളരെ ജ്ഞാനത്തോടുകൂടെ നിർമ്മിക്കപ്പെട്ട ഒന്നായിരുന്നു. ಮರುಭೂಮಿಯಲ್ಲಿ ನಾವು ನೋಡುವಾಗ ಅನೇಕ ರೀತಿಯ ಹವಾಗುಣದ ವ್ಯತ್ಯಾಸಗಳು, ಸಮಸ್ಯೆಗಳು, ಅದೇ ರೀತಿಯಾಗಿ ಕಾಡು ಪ್ರಾಣಿಗಳು, ಹರಿದಾಡುವ ಜಂತುಗಳು, ಕೀಟ ಇವೆಲ್ಲಗಳ ಉಪದ್ರವಗಳು ಹೆಚ್ಚಾಗಿರುವುದರಿಂದ ಅವೆಲ್ಲವನ್ನು ಗಮನದಲ್ಲಿರಿಸಿಕೊಂಡು ಬಹಳ ಸುರಕ್ಷಿತವಾದ ರೀತಿಯಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟದ್ದಾಗಿದೆ ಈ ಗುಡಾರ. എത്രമാത്രം സുരക്ഷിതമായി അത് പണിയപ്പെട്ടാലും മരുഭൂമിയിൽ അത് അത്രമാത്രം സുരക്ഷിതമല്ല. ಎಷ್ಟು ಮಾತ್ರ ಸುರಕ್ಷಿತವಾಗಿ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟರು ಸಹ ಮರುಭೂಮಿಯ ಸಂಬಂಧವಾಗಿ ನೋಡುವುದಾದ್ರೆ ಅದು ಅಷ್ಟು ಸುರಕ್ಷತೆ ಉಳ್ಳದಲ್ಲ. എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈ സുരക്ഷിതമായി കാണപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നത്. ಆದರೆ ಆತ್ಮೀಯ ಅರ್ಥದಲ್ಲಿ ನಾವು ನೋಡುವ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ಈ ಸಭೆ സുരക്ഷിതವಾಗಿದೆ ಎಂಬುದಾಗಿ ನಾವು ತಿಳ್ಕೊಳ್ಳಬೇಕಾಗಿದೆ. അതാണ് സങ്കീർത്തനം 91 വിശദീകരിച്ചിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്നുള്ളതാണ്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ 91ನೇ ಕೀರ್ತನೆಯಲ್ಲಿ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಆ ಪರಾತ್ಪರನು ನಿವಾಸ ಸ್ಥಾನ ಮಾಡಿಕೊಂಡಿದ್ದೀಯಲ್ಲ, ಆತನು ನಿವಾಸವಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ. അതിന്റെ 3-ാമത്തെ വാക്യം തന്റെ തൂവല് കൊണ്ട് ദൈവം നമ്മളെ മറയ്ക്കുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത്. 3ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುವ ಸಂದರ್ಭದಲ್ಲಿ ನಿನ್ನ ರೆಕ್ಕೆಗಳ ಮರಿಯಲ್ಲಿ ನನ್ನನ್ನು ಸುರಕ್ಷಿತವಾಗಿ ಇರಿಸಿದ್ದೀಯಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ಕಾಣುವರಾಗಿದ್ದೇವೆ. ഇവിടെ നമുക്ക് മനസ്സിലാകും 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യാതൊരു ബാധയും യാതൊരു ദോഷവും നിനക്ക് സംഭവിക്കയില്ല എന്ന് വ്യക്തമായി ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. 91ನೇ ಕೀರ್ತನೆ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ 10ನೇ ವಾಕ್ಯವನ್ನು ಗಮನಿಸುವಾಗ ಯಾವ ಕೇಡು ನಿನಗೆ ಸಂಭವಿಸುವುದು, ಉಪದ್ರವವು ನಿನ್ನ ಗುಡಾರದ ಸಮೀಪಕ್ಕೂ ಬಾರದು ಎಂಬುದಾಗಿ ವ್ಯಕ್ತವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വായിക്കുമ്പോൾ കാണാം കൂടാരത്തെ സൂക്ഷിക്കുന്നതായ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് കാണാം. ಗುಡಾರವನ್ನು ಗಮನಿಸುವಾಗ ವ್ಯಕ್ತವಾಗಿ ನಮಗೆ ತಿಳಿದುಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುತ್ತದೆ, ಅದನ್ನು ಸುರಕ್ಷಿತವಾಗಿ ಕಾಪಾಡುವಂಥದ್ದು ದೇವರ ದೂತರಾಗಿದ್ದಾರೆ. ഭൂലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം സൃഷ്ടിച്ചവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ಈ ಜಗದ ಉತ್ಪತ್ತಿಗಿಂತ ಮುಂಚೆಯೇ, ಭೂಲೋಕದ ಸೃಷ್ಟಿಗೆ ಮುಂಚೆಯೇ ತನ್ನ ದೂತರನ್ನು ದೇವರು ಉಂಟು ಮಾಡಿದ್ದಾನೆ. നക്ഷത്രമണ്ഡലത്തിൽ കോടാനുകോടി ദൂതന്മാരെ ദൈവം ആക്കിയിരിക്കുന്നതായിട്ട് തിരുവചനം പറയുന്നു.
ನಕ್ಷತ್ರ ಮಂಡಲಗಳಲ್ಲಿ ಕೋಟ್ಯಾನುಕೋಟಿ ದೂತರನ್ನು ದೇವರು ನೇಮಿಸಿಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ ನಮಗೆ ಕಲಿಯಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ഭൂമിയെ ദൈവം നിർമ്മിച്ചപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഉല്ലസിച്ചു ഘോഷിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ಭೂಮಿಯನ್ನು ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಭಾವ ನಕ್ಷತ್ರಗಳು ಸಂತೋಷದಿಂದ ಉಲ್ಲಾಸಗೊಂಡವು ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിലാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ನಾವು ನೋಡುವಾಗ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿಯೇ ಈ ಭೂಮಿಯನ್ನು ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದ್ದಾನೆ. ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളിൽ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ. ಭೂಮಿಯಲ್ಲಿ ಸೃಷ್ಟಿ ಮಾಡಲ್ಪಟ್ಟಂತ ಎಲ್ಲವಕ್ಕಿಂತಲೂ ಅತಿ ಮಹತ್ವದ್ದು ಬೆಲೆ ಉಳ್ಳದಾಗಿದೆ ಮಾನವನ ಸೃಷ್ಟಿ. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ പുത്രന്മാരായിട്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. ಮನುಷ್ಯನ ಕುರಿತಾಗಿ ನಾವು ಓದುವಾಗ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ರಕ್ತದ ಮೂಲಕವಾಗಿ ವಿಮೋಚಿಸಲ್ಪಟ್ಟವರು ಎಂಬ ಅನುಭವದಲ್ಲಿ ನಾವು ಅದನ್ನು ಕಲಿಯವರಾಗಿದ್ದೇವೆ. ദൈവത്തിന്റെ പുത്രന്മാർ, ಅವರು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വത്തെ കുറിച്ച് ഈ ചിത്രീകരണത്തിൽ നമുക്ക് മനസ്സിലാവും. ದೇವರ ಮಕ್ಕಳಾದವರಿಗೆ ಈ ಭೂಮಿಯಲ್ಲಿ ದೇವರು ಕೊಡುವಂತ ಅತಿಯಾದ ಸುರಕ್ಷತೆಯ ಕುರಿತಾಗಿ ಈ ಭಾಗಗಳಲ್ಲಿ ನಮಗೆ ನೋಡಲು ಸಾಧ್ಯವಿದೆ. അതാണ് ഒന്നാമതായിട്ട് ദൈവത്തിന്റെ പരിപാലനം. ಮೊದಲನೇದಾಗಿ ದೇವರ ಪರಿಪಾಲನೆ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯರಾಗಿದ್ದೇವೆ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം. ಎರಡನೇದಾಗಿ ದೇವರ ದೂತ ಗಣಗಳ ಪರಿಪಾಲನೆ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളായി ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ರಕ್ಷಣೆ ಹೊಂದುವರ ಸೇವಾತ್ಮರಾಗಿ ದೇವದೂತರಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಇಬ್ರಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ಗಮನಿಸುವರಾಗಿದ್ದೇವೆ. അപ്പോൾ ദൂതന്മാർ, ആയിരക്കണക്കിന് ദൂതന്മാർ ദൈവമക്കളെ പരിപാലിപ്പാനുണ്ട്. ಸಾವಿರಗಟ್ಟಲೆ ದೇವದೂತರುಗಳು ದೇವರ ಮಕ್ಕಳನ್ನು ಪರಿಪಾಲಿಸುವರಾಗಿದ್ದಾರೆ. അതിനകത്തെ പ്രധാന ദൂതന്മാരായി അഞ്ച് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം. ಅದರಲ್ಲಿ ಪ್ರಧಾನ ದೂತರಾಗಿ 5 ವ್ಯಕ್ತಿತ್ವಗಳನ್ನು ನಾವು ಕಾಣುತ್ತೇವೆ. അതിൽ ഒന്നാമത്തെ വ്യക്തി അരുണോദയ പുത്രനായ ശുക്രൻ ലൂസിഫറിനെയാണ് കാണുന്നത്. ಮೊದಲನೇದಾಗಿ ಅರುಣೋದಯ ಪುತ್ರನಾದ ಶುಕ್ರನ ಆತನ ಕುರಿತಾಗಿ ಹೇಳುವಾಗ ಲೂಸಿಫರ್ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ദൂത് അറിയിക്കുവാൻ നിയമിക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ. ಎರಡನೇದಾಗಿ ದೇವರ ಸಂದೇಶಗಳನ್ನು ತಿಳಿಸೋಸ್ಕರವಾಗಿ ನಿಯೋಜಿತವಾಗಿರುವಂತ ಗಬ್ರಿಯೇಲ್ ದೂತನು. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ സൈന്യാധിപനായിട്ട് മിഖായേലിനെ ദൈവം നിയമിച്ചിരിക്കുന്നു. ದೇವರ ಸೇನಾಧಿಪತಿಯಾಗಿ ದೂತನಾದ ಮಿಕಾಯಲ್ನು ದೇವರು ನೇಮಿಸಿದ್ದಾನೆ. നാലാമതായിട്ട് റാഫേൽ എന്ന് പറയുന്ന രോഗസൗഖ്യത്തിനും സമാധാനത്തിന്റെയും മാലാഖയായി ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ರಾಫೇಲ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ದೂತನನ್ನು ರೋಗ ಸೌಖ್ಯಕ್ಕೋಸ್ಕರವಾಗಿಯೂ ಸಮಾಧಾನಕ್ಕೋಸ್ಕರವಾಗಿಯೂ ಈ ದೂತನ್ನು ದೇವರು ನೇಮಕ ಮಾಡಿದ್ದಾರೆ. തിരുവചനത്തിൽ വായിക്കുന്നു, റാഫേൽ എന്ന് പറയുമ്പോൾ അത് യഹോവ റോഫി, ദൈവം സൗഖ്യദായകനാണെന്നാണ്. ರಾಫೇಲ್ ಎಂಬುದಾಗಿ ನಾವು ನೋಡುವಾಗ ಯೆಹೋವ ರಾಫ, ಆತನು ಸೌಖ್ಯದಾಯಕನು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯವರಾಗಿದ್ದೇವೆ. അഞ്ചാമതായിട്ട് നമുക്ക് കാണുന്നത് ഉറിയേൽ എന്ന് പറയുന്ന ദൂതനാണ്. 5ನೇದಾಗಿ ಕುರಿಯೇಲ್ ಎಂಬ ದೂತನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അത് ദൈവത്തിന്റെ കാവൽ മാലാഖയായി, ദൈവജനത്തിന്റെ കാവൽ മാലാഖയായി നിയമിക്കപ്പെട്ട ദൂതനാണ് ഉറിയേൽ. ದೇವಜನರ ಕಾವಲುಗಾರರಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸುವಂತ ಜವಾಬ್ದಾರಿಕೆ ಹೊತ್ತ ದೂತರಾಗಿದ್ದಾರೆ ಈ ಕುರಿಯೇಲ್ ಎಂಬ ದೂತರು. എന്നാൽ ഒന്നാമതായി നിയമിക്കപ്പെട്ട ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്രൻ വെട്ടേറ്റു നിലംപതിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിൽ വായിക്കുന്നു. ನಾವು ನೋಡುತ್ತೇವೆ, ಉದಯ ನಕ್ಷತ್ರವಾದಂತ ಈತನು ಕಡಿಯಲ್ಪಟ್ಟು
ನೆಲಕ್ಕೆ ಉರುಳಲ್ಪಟ್ಟನು ಎಂಬುದಾಗಿ ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 14ನೇ ಸಂಧಿಯಲ್ಲಿ ನಾವು ಗಮನಿಸೋರಾಗಿದ್ದೇವೆ. ഇപ്പോൾ ആ ദൂതൻ ദൈവജനത്തിന്റെ ശത്രുവാണ്. ಈಗ ಆ ದೂತನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಆತನು ದೇವ ಜನರ ശത്രുವಾಗಿದ್ದಾನೆ. ദൈവത്തിനും ദൈവമക്കൾക്കും ശത്രുവായി പ്രവർത്തിക്കുന്ന ഏറ്റവും ഭയാനകമായ ദൂതനാണ് പിശാചെന്ന സാത്താൻ. ದೇವರಿಗೂ ದೇವ ಜನರಿಗೂ ಶತ್ರುವಾಗಿ ವಿರೋಧವಾಗಿ ಕೆಲಸ ಮಾಡುವ ಆತನಾಗಿದ್ದಾನೆ ಈ ಸೈತಾನನು. എന്നാൽ ഇവനെയൊക്കെ തകർക്കുവാൻ കഴിയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് സൈന്യാധിപനായ മിഖായേൽ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണവും ഒക്കെ സൂക്ഷിക്കുന്ന ദൂതന്മാർ നമുക്കുള്ളത് കൊണ്ട് നമുക്കൊന്നും ഭയപ്പെടുവാനില്ല. ಸೇನಾಧಿಪತಿಯಾಗಿ ಸೇನಾಧೀಶನಾದ ಯೆಹೋವನ ದೂತನಾಗಿ ಆ ಮಿಕಾಯಲ್ನು ನಮ್ಮನ್ನು ಕಾಯುವನಾದ್ರಿಂದ ನಮ್ಮ ಕಾಲುಗಳು ಕಲ್ಲಿಗೆ ತಗಲದ ಹಾಗೆ കൈകളിൽ എത്തിക്കൊള്ളുವಂತಹ ಕೆಲಸವು ಅಲ್ಲಿ ನಡೆಯಲ್ಪಡದ ಹಾಗೆ ನಾವು കാണുവರಾಗಿದ್ದೇವೆ. ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയുടെ ശിരസ്. ನಾವು ಮೊದಲನೇದಾಗಿ ಕಲಿಯುವಂತಹ ವಿಷಯವೇನೆಂದ್ರೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯೇ ಸಭೆಗೆ തലയാಗಿದ್ದಾನೆ ಅಥವಾ ಶಿರಸ್ಸಾಗಿದ್ದಾನೆ. ശിരസ് എന്ന് പറയുമ്പോൾ ദാവീദ് ഇപ്രകാരം പറയുന്നു, എഫ്രയീം എന്റെ തലക്കോരികയായി എന്ന് ദാവീദ് പാട്ടുപാടുന്നു. ദാവീദന് ಹೇಳುವುದಾಗಿದ್ದಾನೆ, ಎಫ್ರೀಂ ನನ್ನ ಶಿರಸ್ತ್ರಾಣ ಎಂಬುದಾಗಿ ಆತನು ಹಾಡನ್ನು ಹಾಡಿದ್ದಾಗಿ ನಾವು ಗಮನಿಸುವರಾಗಿದ್ದೇವೆ. സങ്കീർത്തനം 60-ന്റെ 8 അപ്രകാരം വായിക്കും. ಕೀರ್ತನೆ 60ನೇ ಸಂಧಿಯ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಅದನ್ನು ನಾವು ಗಮನಿಸುವರಾಗಿದ್ದೇವೆ. എഫ്രയീം എന്റെ തലക്കോരികയാണ്. ಎಫ್ರೀಮನು ನನ್ನ ಶಿರಸ್ತ್ರಾಣವಾಗಿದ್ದಾನೆ. ശിരസ്ത്രാണം തലക്കോരിക നമ്മുടെ ഹെൽമെറ്റാണ്. ನಮ್ಮ ಶಿರಸ್ತ್ರಾಣವೆಂದ್ರೆ ನಮ್ಮ ಹೆಲ್ಮೆಟ್ ಆಗಿದ್ದಾನೆ. സഭയുടെ ശിരസ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ಸಭೆಯ ತಲೆ ಎನ್ನುವುದು ಶಿರಸ್ ಎನ್ನುವುದು കർത്തനാದ യേശു സ്വാമിയാಗಿದ್ದಾನೆ. ദൈവത്തിന്റെ സഭ ശരീരമാകുന്ന സഭയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും ഹല്ലേലൂയ മഹത്തായ സമ്പത്തായി ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിരസ്ത്രാണമായി കാണപ്പെടുന്നു. ಆ ದೇಹವಾದಂತಹ ಶರೀರಕ್ಕೆ ಶಿರಸ್ತ್ರಾಣವಾಗಿ ಸಂರಕ್ಷಕನಾಗಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯೇ ಅಲ್ಲಿ ಕಾಣಿಸಿಕೊಳ್ಳುವನಾಗಿದ್ದಾನೆ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആരാണ്? ನಾನು ಮೊದಲೇ ತಿಳಿಸಿದ್ರಲ್ಲ, ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ನಮಗೆ ಯಾರಾಗಿದ್ದಾನೆ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ രാജാവാണ്. ಮತ್ತಾಯನ ಬರೆಸುವಾರ್ತೆ ಗಮನಿಸುವಾಗ ಆತನು ನಮ್ಮ ಅರಸನಾಗಿದ್ದಾನೆ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദാസനായി തീർന്നു. ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ ನೋಡುವಾಗ ನಮ್ಮ ಸೇವೆ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನು ದಾಸನ ರೂಪವನ್ನು ಧರಿಸಿದೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ദൈവ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മധ്യത്തിൽ ജാതനായി. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ಪೂರ್ಣ ದೇವರಾಗಿದ್ರು ಸಹ ಮನುಷ್ಯನಾಗಿ മനുഷ്യാവതാരമെത്തി ನಮ್ಮ മധ്യದಲ್ಲಿ ആതൻ ഇಳಿದು ಬಂದನು. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അവന്റെ ജനനത്തെയും അവന്റെ മരണത്തെയും സൂചിപ്പിക്കുന്നത്. ಆತನು ಪೂರ್ಣ ಮನುಷ್ಯನಾಗಿದ್ದಾನೆಂಬುದಾಗಿ ಸೂಚಿಸುವುದು ಒಂದು ಆತನ ಜನನ, ಎರಡು ಆತನ ಮರಣವಾಗಿತ್ತು. ദൈവത്തിന് ജനനവും മരണവും ഇല്ല. ಆದರೆ ದೇವರಿಗೆ ಜನನವಾಗಲಿ ಮರಣವಾಗಲಿ ಇಲ್ಲ. ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്തു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിക്കുന്നു. ಆದರೆ ಕ್ರಿಸ್ತನು ಆತನು ಸತ್ತನು, ಉಣಲ್ಪಟ್ಟನು, ಪುನರುತ್ಥಾನ ಹೊಂದಿದನು, ಮಾತ್ರವಲ್ಲ ಎಂದೆಂದಿಗೂ ಜೀವಿಸುವ ಕರ್ತನಾಗಿದ್ದಾನೆ. അവൻ പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ
ജാതനായി. ಪೂರ್ಣ ಮನುಷ್ಯನಾಗಿ ಈ ಲೋಕದಲ್ಲಿ ಆತನು ಹುಟ್ಟಿದನು. നമ്മെ പോലെ വിശക്കുന്നവനും നമ്മെ പോലെ ദാഹിക്കുന്നവനും നമ്മെ പോലെ രോഗം ശീലിച്ചവനും വേദന അനുഭവിച്ചവനുമായി വെളിപ്പെട്ടു എന്ന് തിരുവചനം നമുക്ക് കാണിച്ചിരുന്നു. ನಮ್ಮ ಹಾಗೆ ಹಸಿದನು, ಬಾಯಾರಿದನು, ರೋಗಕ್ಕೆ ತುತ್ತಾದನು ಎಂಬುದಾಗಿ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. എന്തിനു വേണ്ടി അപ്രകാരം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടു? ಯಾಕಾಗಿ ನಮ್ಮ ಸ್ವಾಮಿಯು ಆ ಪ್ರಕಾರವಾಗಿ ಪ್ರತ್ಯಕ್ಷನಾದನು. നമ്മെ ദൈവപുത്രന്മാരാക്കി തീർക്കേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ പോലെ ഒരുവനായി തീർന്നു. ನಮ್ಮನ್ನು ದೇವರ ಮಕ್ಕಳಾಗಿ ತೀರಿಸಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ಸರ್ವಶಕ್ತನಾದ ದೇವರು ನಮ್ಮ ಹಾಗೆ ಒಬ್ಬನಾಗಿ ತೀರಿದನು. കാൽവരി ക്രൂശിന്മേൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ಕಾಲ್ವಾರಿ ಕ್ರೂಜಿಯಲ್ಲಿ ನಮಗೋಸ್ಕರವಾಗಿ ಆತನು ಯಜ್ಞವಾಗಿ ತೀರಿದನು. എന്നാൽ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ അവൻ പൂർണ്ണമായി ദൈവപുത്രനാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ಆದರೆ ಆತನು ಪುನರುತ್ಥಾನ ಹೊಂದಿದ್ರಿಂದ ಆತನು ಪೂರ್ಣ ಮನುಷ್ಯನಾಗಿದ್ದನು ಎಂಬ ಕುರಿತಾಗಿ ಯೋಹಾನ್ ಬರೆದ ಸುವಾರ್ತೆಯಲ್ಲಿ ಯೋಹಾನ್ ವ್ಯಕ್ತವಾಗಿ ಅದನ್ನು ತಿಳಿಸಿದ್ದಾನೆ. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ സൂചിപ്പിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ರೋಮಾಪುರದ ಪತ್ರಿಕೆಯಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಪುನರುತ್ಥಾನದ ಕುರಿತಾಗಿ ತಿಳಿಸುವಾಗ ಆತನು ದೇವರ ಪುತ್ರನಾಗಿ ಪುನರುತ್ಥಾನಗೊಂಡು ಎಂಬುದಾಗಿ വിശദീകരിಸಿದ್ದಾನೆ. അപ്പോൾ ഈ മൂടുവിരിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ 4 കളറ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവമാണ് സൂചിപ്പിക്കുന്നത്. ಇದರ ಹೊದಿಕೆಯ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಈ 4 ಕಲರ್ಗಳು ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಸೂಚಿಸುವಂತದ್ದಾಗಿದೆ. സഭയുടെ ശിരസായി കർത്താവായ യേശു ക്രിസ്തു സഭയുടെ മധ്യേ അധിവസിക്കുന്നു. ಸಭೆಯ ತಲೆಯಾಗಿದ್ದುಕೊಂಡು ಶಿರಸಾಗಿದ್ದುಕೊಂಡು ಸಭಾ ಮಧ್ಯದಲ್ಲಿ ನಮ್ಮ ಸ್ವಾಮಿ ಜೀವಿಸುವನಾಗಿದ್ದಾನೆ. ഈ ആലയത്തിനകത്ത് വസിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട ഉപകരണങ്ങളും വസ്തുക്കളുമാണ്. ಈ ಆಲಯದಲ್ಲಿ ಆಗಿರುವಂತಹ ವಸ್ತುಗಳು ಉಪಕರಣಗಳು ಎಲ್ಲವೂ ಸಹ ದೇವರ ಮೂಲಕವಾಗಿ ನೇಮಕ ಮಾಡಲ್ಪಟ್ಟದ್ದಾಗಿದೆ. ഇതിൽ യാതൊരു അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ಅಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಾದ ಅಶುದ್ಧಿ ಕಾಣಬಾರದಾಗಿದೆ. പുറമേ നിന്നുണ്ടാകുന്ന യാതൊരു പ്രകൃതി ശക്തിയിൽ നിന്നും യാതൊരു ദോഷവും സംഭവിപ്പാൻ പാടില്ല. അതേ തരത്തിലാണ് മരുഭൂമിയിൽ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ಹೊರಗಿನ ಯಾವುದೇ ವಾತಾವರಣಕ್ಕಾಗಲಿ ಹೊರಗಿನ ಯಾವುದೇ ಸನ್ನಿವೇಶಕ್ಕಾಗಲಿ ಯಾವುದೇ ರೀತಿಯಾಗಿ ಹಾಳಾಗದೆ ಯಾವುದೇ ರೀತಿಯಾಗಿ ಅಶುದ್ಧಿ ಆಗದೆ ಅದು ಆ ಪ್ರಕಾರವಾದ ರೀತಿಯಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟಿತ್ತು. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂമി വാസമാണ്. ಕ್ರಿಸ್ತಿಯ ಜೀವಿತ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಒಂದು ಮರುಭೂಮಿಯ ವಾಸಕ್ಕೆ ಹೋಲಿಕೆಯಾದಂತಹ ಜೀವಿತವಾಗಿದೆ. ഈ മരുഭൂമി വാസം ഇസ്രായേലിന് ദൈവം എന്തിനാണ് കൊടുത്തത്? ಈ ಮರುಭೂಮಿಯ ವಾಸವನ್ನು ഇസ്രായേൽ മക്കളിಗೆ ಯಾವ ರೀತಿಯಾಗಿ ದೇವರು ದಯಪಾಲಿಸಿದನು? നമ്മളിലുള്ള മാനുഷികമായ സ്വഭാവങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്നതിനായുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം മരുഭൂമിയിൽ കൂടെ അവരെ നടത്തി. ನಮ್ಮಲ್ಲಿರುವಂತಹ ಮಾನಸಿಕವಾದ ಸ್ವಭಾವಗಳು ವ್ಯತ್ಯಾಸವಾಗಬೇಕೆಂದು ತಿಳಿದುಕೊಂಡು ಮರುಭೂಮಿಯಲ್ಲಿ ಅವರನ್ನು ನಡೆಸಿದನೆಂಬುದಾಗಿ ನಾವು ಕಲಿಯೋರಾಗಿದ್ದೇವೆ. ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നവർ വിശുദ്ധിയും നീതിയും പാലിക്കുന്നവരായിരിക്കണമെന്ന് തിരുവചനം ശക്തമായി പ്രബോധിപ്പിക്കുന്നു. ದೇವರ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯರಾದಂತ ನಾವು ಪರಿಶುದ್ಧವಂತರಾಗಿ ನೀತಿವಂತರಾಗಿ ಅದನ್ನು ಪಾಲಿಸಬೇಕೆಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ನಮಗೆ ತಿಳಿಸುವಂತದ್ದಾಗಿದೆ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ಸಭೆಗೆ ಶಿರಸ್ಸಾಗಿದ್ದಾನೆ. 1 തീമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. 1 ತಿಮೋಥಿ 5ನೇ ಸಂಧಿಯ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಾಗಿ ಓದುತ್ತೇವೆ. 1 തീമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. തെസ്സലോനിക്കൻ 1 തെസ്സലോനിയൻസ്
ಒಂದು ತೆಸಲೋನಿಯಾಣೋ അതെ. 1 ತೆಸಲೋನಿಕ 5ನೇ ಸಂಧಿ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಾಗಿ ನೋಡುತ್ತೇವೆ. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു ആലോചനയാണ് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. ವ್ಯಕ್ತವಾದಂತ ಒಂದು ಆಲೋಚನೆಯನ್ನು ತೆಸಲೋನಿಕ ಸಭೆಯ ವಿಶ್ವಾಸಿಗಳಿಗೆ ಪೌಲನಲ್ಲಿ ಕೊಡುವನಾಗಿದ್ದಾನೆ. ദൈവമക്കൾ വിശ്വാസത്തിലും സ്നേഹത്തിലും തികഞ്ഞവരായി കാണണം. ದೇವರ ಮಕ್ಕಳು ವಿಶ್ವಾಸ ಅಂದ್ರೆ ನಂಬಿಕೆ ಮತ್ತು ಪ್ರೀತಿಯಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟವರಾಗಿರಬೇಕು. അവിടെ വായിച്ച വേദഭാഗത്തിൽ കാണാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിരസ്ത്രമാണ് ശരീരമാകുന്ന സഭ. ಶರೀರವಾದಂತ ಕನ್ನಡದಲ್ಲಿ ಓದೋಣ. 5ನೇ ಕನ್ನಡದಲ್ಲಿ ವಾಕ್ಯ ನಮಗೆ ಓದೋಣ. ನಾವಾದರೂ ಹಗಲಿನವರಾಗಿ ವಿಶ್ವಾಸ ಪ್ರೀತಿಗಳೆಂಬ ವಜ್ರ ಕವಚವನ್ನು, ರಕ್ಷಣೆಯನ್ನು, ನಿರೀಕ್ಷೆ ಎಂಬ ಶಿರಸ್ತ್ರಾಣವನ್ನು ಧರಿಸಿಕೊಂಡು ಸ್ವಸ್ಥ ಚಿತ್ತರಾಗಿರೋಣ. വജ്രത കവചം, ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വജ്രപരമായ കവചമാണ് ദൈവത്തിന്റെ സഭ. അപ്രകാരമായി കാണപ്പെടണം. ದೇವರ ಸಭೆಯ ಕುರಿತಾಗಿ ನೋಡುವಾಗ ಒಂದು ವಜ್ರ ಕವಚ ಎಂಬುದಾಗಿ ಆತನು ವಿಶ್ಲೇಷಣಾಗಿದ್ದಾನೆ. ദൈവമക്കൾക്ക് വിശ്വാസം എന്ന വജ്ര കവചമുണ്ടായിരിക്കണം. ದೇವರ ಮಕ್ಕಳಿಗೆ ನಂಬಿಕೆ ಎಂಬ ವಜ್ರ ಕವಚವಿರಬೇಕು. രണ്ടാമതായിട്ട് കാണുന്നത് രക്ഷയുടെ ശിരസ്ത്രാണം. ಎರಡನೇದಾಗಿ ರಕ್ಷಣೆಯ ನಿರೀಕ್ಷೆ ಎಂಬ ಶಿರಸ್ತ್ರಾಣ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. വലിയ പ്രത്യാശയാണ് ദൈവമക്കൾക്കുള്ളത്. ದೇವರ ಮಕ್ಕಳಿಗಿರುವಂತ ಆಳವಾದಂತ ಒಂದು ನಿರೀಕ್ಷೆಯಾಗಿದೆ. ദൈവ സഭയെ ദൈവം വജ്ര കവചം കൊണ്ട് മറച്ചിരിക്കുന്നു. ದೇವರ ಸಭೆಯನ್ನು ದೇವರು ವಜ್ರ ಕವಚದಿಂದ ಒದಿಸಿದ್ದಾನೆ. ദൈവത്തിന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകുന്ന ശിരസ്സാണ്. ದೇವರ ಸಭೆಗಿರುವಂತಹ ರಕ್ಷಣೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು ದೇವರ ಪುತ್ರನಾದಂತ ಯೇಸು ಸ್ವಾಮಿಯೇ ಶಿರಸ್ತ್ರಾಣವಾಗಿ ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. പ്രൈസ് ദി ലോർഡ്. ആ ശിരസ്ത്രാണമായി നമുക്ക് നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാവമാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് ഞങ്ങളുടെ സുവിശേഷം. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ದಾವೀದನ ಸಂತತಿಯಾಗಿ ಹುಟ್ಟಿ ಸತ್ತು ಪುನರುತ್ಥಾನಗೊಂಡಂತ ಯೇಸು ಸ್ವಾಮಿಯನ್ನೇ ನೆನೆಸಿಕೊಳ್ಳಿರಿ, ಅದೇ ನಮ್ಮ ಸುವಾರ್ತೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഈ ബോധം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. ಈ ತಿಳುವಳಿಕೆ ದೇವರ ಮಕ್ಕಳಿಗೆ ಇರಬೇಕಾಗಿದೆ. അതാണ് പൗലോസ് വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಪೌಲನು ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಆ ಕುರಿತಾಗಿ ಹೇಳಿದ್ದಾನೆ. തെസ്സലോനിക്ക സഭയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാണപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്കയിലുള്ള ദൈവസഭ. ತೆಸಲೋನಿಕ ಸಭೆಯ ಕುರಿತಾಗಿ ನೋಡುವಾಗ ಬಹಳ ಆಶ್ರಯಿಸಲ್ಪಟ್ಟ ರೀತಿಯಲ್ಲಿ ತಿಳಿಸುವಂತದಾಗಿದೆ ಆ ತೆಸಲೋನಿಕ ಸಭೆ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ വ്യക്തമായ രീതിയിൽ ദൈവപ്രഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന വേദഭാഗങ്ങളാണ് തെസ്സലോനിക്ക സഭയ്ക്ക് ദൈവം നൽകിയത്. ಕರ್ತನ ಪ್ರತ್ಯಕ್ಷತೆಯವರೆಗೆ ವ್ಯಕ್ತವಾಗಿ ತೋರಿಸಲ್ಪಡುವ ಒಂದು ಸಭೆಯಾಗಿದೆ ತೆಸಲೋನಿಕ ಸಭೆ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകാശ മേഘത്തിൽ വരുമ്പോൾ തന്റെ പരിശുദ്ധ സഭയെ ചേർക്കുന്നതായി കാണും. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ಆಕಾಶ ಮೇಘದಲ್ಲಿ ಬರುವಾಗ ತನ್ನ ಪರಿಶುದ್ಧಾದ ಸಭೆಯನ್ನು, ಮೊದಲ ರೀತಿಯಾದ ಸಭೆಯನ್ನು ಸೇರಿಸಿಕೊಳ್ಳುತ್ತಾನೆ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. സഭയെന്ന ആലയത്തിന്റെ മൂടുവിരിയായി മേൽപ്പുരയായി കാണപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുകൂടെയാണ്. ಸಭೆಯ ಆಲಯದ ಕುರಿತಾಗಿರುವ ಮೇಲೊದಿಕೆ ಅಥವಾ ಮೇಲ್ಚಾವಣಿ ಎಂಬುದಾಗಿ ನೋಡುವಾಗ ಅದು ಕಾಣಲ್ಪಡುವುದು ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಬರೋಣದೊಂದಿಗೆ ಆಗಿದೆ.
ക്രിസ്തുവാകുന്ന തല നമുക്ക് വേണ്ടി ആകാശമേഘത്തിൽ വെളിപ്പെടുന്നിടം വരെ സഭ ഹല്ലേലൂയ ಪರಿಶುದ್ಧಾತ್ಮಾವಿന്റെ ಸಾನ್ನಿಧ್ಯത്തിലാണ് കഴിയുന്നത്. ದೇವರ ಸಭೆಯಾದಂತ ಆ ಕರ್ತನ ಆ ತಲೆಯು ಪರಲೋಕದಿಂದ ಇಳಿದು ಬರಕ್ಕೆ ಕಾಣುವವರೆಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಈ ಸಭೆಯು ಒಳಗೊಂಡು ಜೀವಿಸ್ತಾ ಇರ್ತದೆ. മേഘാരൂഢനായി ആകാശമേഘത്തിൽ പോയതുപോലെ കടന്നു വരുന്ന കർത്താവ് വെളിപ്പെടുന്നിടം വരെ സഭയുടെ പരിപാലകൻ പരിശുദ്ധാത്മാവത്രേ. ಮೇಘಾರೂಢನಾಗಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಎರಡನೇ ಬರೋಣದವರೆಗೆ ಅದರವರೆಗೆ സഭಯನ್ನು പരിപാലിಸುವಂತದ್ದು പവിത്രാത്മನು താനേ ಆಗಿದ್ದಾನೆ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ശക്തമായി പറഞ്ഞിരിക്കുന്ന ദൈവാത്മാവിന്റെ ഹിതത്തിന് നടക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಅಪೊಸ್ತಲರು ವ್ಯಕ್ತವಾಗಿ ಹೇಳುವುದು ದೇವರ ಚಿತ್ತಾನುಸಾರವಾಗಿ ನಡೆಯುವಂತವರು ಅವರೇ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും മാലിന്യപ്പെടാൻ പാടില്ല. ದೇವರ ಸಭೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು ಯಾವ ರೀತಿಯಲ್ಲೂ ಅಶುದ್ಧಿಗೆ മാലിന്യಕ್ಕೆ ಒಳಗಾಗಬಾರದು. അതിനെ ഹല്ലേലൂയ മറയ്ക്കുന്നതായ മൂടുവിരിയായി വെളിപ്പെട്ടിരിക്കുന്ന 11 മൂടുവിരികളാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്. ಅದನ್ನು ಮರೆ ಮಾಡುವ ಮೇಲ್ವೊದಿಕೆಯಾಗಿ 11 ಮೇಲ್ವೊದಿಕೆಯನ್ನು ಕುರಿತಾಗಿ ಓದಿದ ಭಾಗದಲ್ಲಿ ನಾವು ಗಮನಿಸುವರಾಗಿದ್ದೇವೆ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിര്യാണം വരെ മരണം വരെ 11 അപ്പോസ്തലന്മാരായിരുന്നു. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಮರಣದವರೆಗೂ 11 ಜನ ಅಪೊಸ್ತಲರಾಗಿದ್ದರು. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 12ാമതും ഒരു അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്തു. ಆದರೆ ಪುನರುತ್ಥಾನ ಹೊಂದಿದ ಮೇಲೆ 12ನೇದಾಗಿ ಒಬ್ಬ ಅಪೊಸ್ತಲನು ಆರಿಸಿಕೊಂಡೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ 12 മൂപ്പന്മാർ, പഴയ നിയമത്തിലെ 12 മൂപ്പന്മാരും പുതിയ നിയമത്തിലെ 12 മൂപ്പന്മാരുമായി 24 മൂപ്പന്മാര് സിംഹാസനത്തിന് മുൻപിൽ ഇരിക്കുന്ന കാഴ്ച. ಅದೇ ನಾವು ನೋಡುತ್ತೇವೆ. ಹಳೆ ಒಡಂಬಡಿಕೆಯ 12 ಹಿರಿಯರು, ಹೊಸ ಒಡಂಬಡಿಕೆಯ 12 ಹಿರಿಯರು, 24 ಜನ ಹಿರಿಯರು ಸಿಂಹಾಸನದ ಮುಂದೆ ಕೂತಿದ್ದಾಗೆ ಪ್ರಕಟಣೆ ಗ್ರಂಥದಲ್ಲಿ ನಾವು ಗಮನಿಸುವರಾಗಿದ್ದೇವೆ. ആ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരായിത്തീരുന്നത്. ಆ ಅನುಭವಕ್ಕೆ ನಾವು ಪ್ರವೇಶಿಸುವಾಗಲೇ ನಾವೆಲ್ಲ പൂർണ്ണരാಗಿ മാർപ്പെടുವಂಥದ್ದು. കാലങ്ങളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും അറിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രണ്ടാമതായി മടങ്ങി വരും. അതിനു മുൻപേ സംഭവിക്കേണ്ടതൊക്കെയും കർത്താവ് സഭയ്ക്ക് ചൂണ്ടിക്കാണിച്ചു. ನಾವು ನೋಡುತ್ತೇವೆ, ಕಾಲಗಳನ್ನು ಸಂಭವಗಳ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವ ಸಂದರ್ಭದಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಎರಡನೇ ಬರೋಣವು ಅತಿ ಸಮೀಪವಾಗಿದೆ. ಅವೆಲ್ಲ ಈಗ ನೆರವೇರುತ್ತಾ ಇರುತ್ತದೆ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ಒಂದು ವಿಷಯವನ್ನು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾಗಿದೆ. തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവിക സത്യങ്ങളും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം വെളിപ്പെടുത്തി തരുന്നു. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಮೂದಿಸಲ್ಪಟ್ಟಂತ ಎಲ್ಲಾ ಸತ್ಯಗಳನ್ನು ದೇವರ പവിത്രാത്മನು ನಮಗೆ ತಿಳಿಯಪಡಿಸುವನಾಗಿದ್ದಾನೆ. ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നമ്മളെ പരിപാലിപ്പാനായി നിയമിച്ചിരിക്കുന്നു. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟ ಹಾಗೆ ದೇವರ ದೂತರನ್ನು ನಮ್ಮ ಪರಿಪಾಲನೆಗೋಸ್ಕರವಾಗಿ ಕರ್ತನು ತಾನೇ ನಿಯೋಜಿಸಿದ್ದಾನೆ. ഇന്ന് നമുക്ക് രോഗങ്ങളുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതിനൊക്കെ ആശ്വാസപ്രദനായി കാണപ്പെടുന്ന യഹോവ റോഫി, റാഫേൽ എന്ന ദൂതൻ എപ്പോഴും നമ്മുടെ സഭയിലുണ്ട്. ನಮಗೆ ರೋಗಗಳಿದೆ, ಕಷ್ಟಗಳಿವೆ, ಸಮಸ್ಯೆಗಳಿವೆ. ಅವೆಲ್ಲ ಬಿಡುಗಡೆಗೋಸ್ಕರವಾಗಿ ಯೆಹೋವ ರಾಫೇಲ್ ಎಂಬ ದೂತನು ಯಾವಾಗಲೂ ನಮ್ಮ ಸಹಾಯಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ಸಭಾ ಮಧ್ಯದಲ್ಲಿ ആത്തനിದ್ದಾನೆ. സഭയുടെ പ്രാരംഭത്തിൽ സഭയ്ക്ക് വളരെ പീഡനമുണ്ടായിരുന്നു. ಪ್ರಾರಂಭದ ಕಾಲದಲ್ಲಿ
സഭയ്ക്ക് ತುಂಬಾ ಹಿಂಸೆ ಉಂಟಾಗಿತ್ತು. ദൈവത്തിന്റെ സഭയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാം, അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിലാക്കി വളരെയേറെ ദണ്ഡിപ്പിച്ചിരുന്നു. ನಾವು ದೇವರ ಸಭೆ ಕುರಿತಾಗಿ ಕಲಿಯುವಾಗ ಅಪೊಸ್ತಲರನ್ನು ಸೆರೆಮನೆಗೆ ಹಾಕಿ ತುಂಬಾ ಅವರನ್ನು ಹಿಂಸೆ ಪಡಿಸಿದ್ರು ಎಂಬುದಾಗಿ. കാരാഗ്രഹത്തിന്റെ ചങ്ങലയെയും ഇരുമ്പ് മറയെയും തുറന്നിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതായി ദൂതന്മാർ കൊണ്ടുവന്നതായി നമുക്ക് കാണാം. ಆದರೆ ಅವರಿಗೆ ಕೈ ಕಾಲುಗಳಿಗೆ ಕಟ್ಟಲ್ಪಟ್ಟ ಸಂಕಲಗಳು ಎಲ್ಲ ಕಳಚಲ್ಪಟ್ಟು ಕಬ್ಬಿಣದ ಬಾಗಿಲು ತೆರೆಯಲ್ಪಟ್ಟು ಅವರೆಲ್ಲ ಸ್ವತಂತ್ರವಾಗಿ ಸೆರೆಯಿಂದ ದೂತನು ಅವರನ್ನು ಹೊರಗೆ ತಂದು ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ನಮಗೆ ತಿಳಿಸುತ್ತದೆ. അതുകൊണ്ട് നമ്മുടെ ദൈവസഭ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കണം. യഹോവ നമുക്ക് റാഫേൽ റോഫി എന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സൗഖ്യം ദൈവമക്കൾക്ക് എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനമായിട്ടുണ്ട്. ದೇವರ ಸೌಖ್ಯ, ದೇವರ ಸಮಾಧಾನ ಯಾವಾಗಲೂ ದೇವರ ಮಕ್ಕಳಿಗೆ ಅದೊಂದು ಸಂತೈಸುವಿಕೆಯ ಅನುಭವವಾಗಿ ಯಾವಾಗಲೂ ಕಾರ್ಯ ಮಾಡುವನಾಗಿದ್ದಾನೆ. മറ്റൊന്ന് വിഷയം പറയുമ്പോൾ ಮತ್ತೊಂದು ವಿಷಯ ನಾವು ನೋಡುವಾಗ ദൈവത്തിന്റെ സന്ദേശം നമുക്ക് ലഭിക്കപ്പെടുന്നു. ದೇವರ ಸಂದೇಶಗಳು ನಮಗೆ ಲಭಿಸಲ್ಪಡುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ ജനനത്തിന് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ഇറങ്ങി വന്ന് സന്ദേശം നൽകി. ದೇವರ ಕುಮಾರನ ಜನನ ಸಂದರ್ಭದಲ್ಲಿ ದೂತನಾದ ಗಬ್ರಿಯೇಲನು ಇಳಿದು ಬಂದು ಸಂದೇಶವನ್ನು ಕೊಟ್ಟನು. ഒടുവിലായിട്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാന് ദൈവത്തിന്റെ ദൂതൻ വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ചുള്ള സന്ദേശം അരുളിച്ചു. ಕಡೆಯದಾಗಿ ದೇವರ ದಾಸನಾದಂತ ಯೋಹಾನಿಗೆ ಸಂಭವಿಸಬೇಕಾದ ಎಲ್ಲಾ ವಿಷಯಗಳ ಕುರಿತಾಗಿ ವ್ಯಕ್ತವಾದ ತಿಳುವಳಿಕೆಯನ್ನು ಕೊಟ್ಟನು. വെളിപ്പാട് പുസ്തകം നമുക്ക് ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ദൂതന്മാര് ഏതെല്ലാം തരത്തിൽ ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ಪ್ರಕಟಣೆ ಗ್ರಂಥವನ್ನು ನಾವು ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ದೇವದೂತರುಗಳು ಯಾವ ರೀತಿಯಾಗಿ ದೇವ ಜನರಿಗೋಸ್ಕರವಾಗಿ ಕೆಲಸ ಮಾಡುವರಾಗಿದ್ದಾರೆ ಎಂಬುದನ್ನು ನಮಗೆ ತಿಳಿಯಲು ಸಾಧ್ಯವಿದೆ. കർത്താവിന്റെ ആകാശമേഘത്തിലെ പ്രത്യക്ഷത പോലും ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಮೇಘ ಪ್ರತ್ಯಕ್ಷತೆಯ ಕುರಿತಾಗಿಯೂ ಸಹ ಈ ದೂತರು ವ್ಯಕ್ತವಾಗಿ ತಿಳಿಸಿದ್ದಾರೆ. ദൈവത്തിന്റെ ദൂതന്മാർ കാഹളമോദിയപ്പോൾ ದೇವರ ದೂತರುಗಳು ജനം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ದೇವದೂತರುಗಳು ತುತ್ತೂರಿಯನ್ನು ಊದಿದಾಗ ದೇವಜನರು മരണದಿಂದ ಎಬ್ಬಿಸಲ್ಪಟ್ಟರು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഈ ദിവ്യമായ കാഴ്ചപ്പാടാണ് മരുഭൂമിയിലായിരിക്കുന്ന ദൈവജനത്തിന് സമാഗമന കൂടാരത്തിന്റെ മൂടുവിരിയെ ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ಈ ಯಥಾರ್ಥವಾದಂತಹ ಈ ದೃಶ್ಯವನ್ನು, ಇದೇ ದರ್ಶನವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ದೇವದರ್ಶನ ಗುಡಾರದ ಹೊದಿಕೆಯ ಕುರಿತಾಗಿ ಕಲಿಯುವಾಗ ಅದೇ ದರ್ಶನ ಅವರಿಗೆ ಉಂಟಾಯಿತು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯವರಾಗಿದೆ. മൂടുവിരിക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന മഹത്വം എന്താണ്? ಈ ಹೊದಿಕೆಗೆ ಕೊಡಲ್ಪಟ್ಟಂತಹ ಮಹತ್ವ, ಬೆಲೆ ಏನಾಗಿತ್ತು? അതിനൊന്നാമതായിട്ട് അത് പഞ്ഞിനൂല് കൊണ്ടുള്ള മൂടുവിരി ഉണ്ടായിരുന്നു. ಮೊದಲನೇದಾಗಿ ಹತ್ತಿಯ ನೂಲಿನಿಂದ ಆಗಿರುವಂತಹ ಒಂದು ಕವಚವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿದರು. രണ്ടാമതായിട്ട് ധൂമ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ട നൂല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മൂടുവിരി ഉണ്ടായി. ಎರಡನೇದಾಗಿ ಧೂಮರದಿಂದ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟಂತಹ ಹೊದಿಕೆಯಾಗಿ ಕಲಿತೇವೆ. മൂന്നാമതായിട്ട് ചുവപ്പിച്ച ആട്ടുതോല് കൊണ്ടുള്ള മൂടുവിരി ഉണ്ടായി. ಮೂರನೇದಾಗಿ ನಾವು ನೋಡುವ ಸಂದರ್ಭದಲ್ಲಿ ರಕ್ತ ವರ್ಣಗಳಿಂದ ಉಂಟಾದಂತಹ ಕೆರೂಬಿಯರ ಆ ಕಸೂತಿಯ ಕೆಲಸವಾಗಿ ಅದನ್ನು ನಾವು ಕಾಣುತ್ತೇವೆ. ഏറ്റവും മുകളിലായിട്ട് തകച്ചുതോൽ കൊണ്ടുള്ള മൂടുവിരി ഉണ്ടായി. ಅತಿ ಮೇಲ್ಭಾಗದಲ್ಲಿ ಆ ಅಂದ್ಯ ಹೊದಿಕೆ, ಅದರಿಂದ ಚರ್ಮದಿಂದ ಉಂಟು ಮಾಡಿದ ಹೊದಿಕೆಯ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯವರಾಗಿದ್ದೇವೆ. തകച്ചുതോലിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ അതുകൊണ്ടുള്ള ചെരുപ്പുണ്ടാക്കി മനുഷ്യൻ ധരിച്ചിരുന്നു. ಆ ಚರ್ಮದ ಕುರಿತಾಗಿ ಇಲ್ಲಿ ನಮೂದಿಸಲ್ಪಟ್ಟಿರುವಂತಹ ಅದರಿಂದ ಹಳೆ ಕಾಲಗಳಲ್ಲಿ ಚಪ್ಪಲಿಗಳನ್ನು
ಸಿದ್ಧ ಮಾಡುತ್ತಾ ಇದ್ದರು. തകച്ചു എന്ന് പറയുന്നത് ഏതോ സമുദ്രത്തിലെ വിശേഷപ്പെട്ട മൃഗമാണ്. ಕಡಲೊಂದಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಸಮುದ್ರದಲ್ಲಿ ಬಹಳ ವಿಶೇಷವಾದಂತ ಒಂದು ಮೃಗ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯೋರಾಗಿದ್ದೇವೆ. പറഞ്ഞാൽ യാതൊരു വിധത്തിലും കേടുവരാതെ നിലനിൽക്കുന്നതായ തോലാണ് തകച്ചു തോൽ. ಈ ಈ ತೊಗಲಿನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಯಾವುದೇ ರೀತಿಯಾಗಿ ಕೇಡು ಸಂಭವಿಸ ಒಂದು ತೊಗಲಾಗಿತ್ತು, ಒಂದು ಚರ್ಮವಾಗಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചൂപ്പിച്ച ആട്ടുതോൽ, കൊല്ലാട്ടുകൊറ്റന്റെ തോൽ. ಎರಡನೇದಾಗಿ ನಾವು ಕಲಿಯುವಂತದ್ದು ಏನಂದ್ರೆ ಕುರಿಮರಿಯ ಚರ್ಮವಾಗಿತ್ತು ಎಂಬುದಾಗಿ ಕಲಿಯುತ್ತೇವೆ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മക്കളുടെ വിലപ്പെട്ട അനുഭവത്തെയാണ് കാണുന്നത്. ಅಲ್ಲಿ ನಾವು ನೋಡಲು ಸಾಧ್ಯವಾಗುವುದು ದೇವರ ಮಕ್ಕಳ ಬಹಳ ವಿಶೇಷವಾದ ಬೆಲೆಯುಳ್ಳಂತ ಅನುಭವ ನಾವು ಕಾಣುತ್ತೇವೆ. ദൈവമക്കളുടെ വീണ്ടെടുപ്പ് ഏറ്റവും വിലപ്പെട്ടതാണ്. ದೇವರ ಮಕ್ಕಳ ವಿಮೋಚನೆ ಎನ್ನುವುದು ಅದು ಅತಿ ಪ್ರಾಮುಖ್ಯವಾದ್ದು, ಬೆಲೆ ಉಳ್ಳದ್ದು ಆಗಿದೆ. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം, ധൂമ്രവസ്ത്രം, ധൂമ്രം കൊണ്ടുള്ളതായ മൂടുവിരി. ಮೂರನೇದಾಗಿ ನಾವು ನೋಡುವಾಗ ಧೂಮ ವರ್ಣವಿರುವಂತಹ ಹೊದಿಕೆಯಾಗಿತ್ತು. ദൈവജനത്തിന് ഒരു രാജാവുണ്ട്, ധൂമ്രവസ്ത്രം ധരിക്കപ്പെട്ട ഒരു രാജാവ്. ದೇವ ಜನರಿಗೆ ಒಬ್ಬ ಅರಸನಿದ್ದಾನೆ, ಧೂಮ್ರ ವಸ್ತ್ರವನ್ನು ಒದ್ದುಕೊಂಡಂತಹ ಅರಸನು. അതാണ് ദാവീദ് പാടുന്നത്, യഹോവ എന്റെ രാജാവാണ്, മഹത്വത്തിന്റെ രാജാവാണ്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ದಾವೀದನು ಆಡುವಾಗ ಯೆಹೋವನೇ ನನ್ನ ಮಹಿಮೆಯ ಅರಸನಾಗಿದ್ದಾನೆ. സഭയുടെ മഹിമ ആ രാജാവിന്റെ വ്യക്തിത്വത്തിലുള്ള മഹിമയാണ്. ಆ ಸಭೆಯ ಮಹಿಮೆ ಎಂದು ಹೇಳುವಾಗ ಆ ಅರಸನ ವ್ಯಕ್ತಿತ್ವಕ್ಕೆ ಇರುವಂತ ಒಂದು ಮಹಿಮೆಯಾಗಿದೆ. അതുകൊണ്ടാണ് ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിൽ വെച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ദൈവജനത്തിന്റെ മധ്യത്തിലുണ്ട്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಭೂಲೋಕದ ಎಲ್ಲಾ ಜನರ ಮಧ್ಯದಲ್ಲಿ ಜಯವುದ ಹಾಗೂ ಉತ್ಸಾಹ ಧ್ವನಿಯು ಅವರಲ್ಲಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ಓದುತ್ತೇವೆ. അതുകൊണ്ടാണ് നാം പാടുന്നത് ജയഘോഷം ഉള്ള ജനം. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ ಜಯಘೋಷವಿರುವಂತಹ ಜನಾಂಗ. നമുക്കൊരു രാജാവുണ്ട്, ನಮಗೊಬ್ಬ ಅರಸನಿದ್ದಾನೆ. ആ രാജാവും മരണമില്ലാത്ത രാജാവ്. ಆ ಅರಸನು ಮರಣವಿಲ್ಲದಂತಹ ಅರಸನಾಗಿದ್ದಾನೆ. ഓ പത്മോസ് ദ്വീപിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാഠിന്യമായ ശിക്ഷയ്ക്ക് പാത്രനായി കിടക്കുന്ന യോഹന്നാൻ ഈ രാജാവിനെ കാണുന്നു. ಪದ್ಮೋಸ್ ದ್ವೀಪದಲ್ಲಿ ಡೊಮೋಷನ್ ಚಕ್ರವರ್ತಿಯ ಕಠಿಣಕರವಾದ ಹಿಂಸೆಗೆ ಒಳಗಾಗಿ ಬಿದ್ದುಕೊಂಡಂತ ಈತನು ಆತನ್ನು ದೃಷ್ಟಿಸುವನಾಗಿದ್ದಾನೆ. മാറത്തു പൊൻകച്ച ധരിച്ച കർത്താവ്, ಎದೆಯಲ್ಲಿ ಚಿನ್ನದ ಪಟ್ಟಿಯನ್ನು ಕಟ್ಟಿಕೊಂಡಂತಹ ನಮ್ಮ ಕರ್ತನು, നിലവിളക്കുകളുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, 7 ದೀಪಗಳ ಮಧ್ಯದಲ್ಲಿ ತಿರುಗಾಡುವಂತಹ ಕರ್ತನು, നമ്മുടെ ദൈവത്തിന്റെ സഭയുടെ മധ്യത്തിൽ കർത്താവ് ഉലാവിക്കൊണ്ടിരിക്കുന്നു. ನಮ್ಮ ಸಭೆಯ ಮಧ್ಯದಲ್ಲಿ ದೇವರಾದ ಕರ್ತನು ತಿರುಗಾಡುತ್ತಾ ಇದ್ದಾನೆ. 2-3 പേരെ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഈ മഹാരാജാവ്, ഈ മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ മധ്യേ ഉണ്ട്. ಇಬ್ಬರಾಗಲಿ ಮೂರಾಗಲಿ ಆತನ ಹೆಸರಿನಲ್ಲಿ ಕೂಡಿ ಬರುತ್ತಾರೋ ಅವರ ಮಧ್ಯದಲ್ಲಿ ಈ ಮಹಿಮೆಯ ಅರಸನು ಆತನು ತಿರುಗಾಡುವ ಕರ್ತನಾಗಿದ್ದಾನೆ. 4ാമത്തെ മൂടുവിരി എന്താണെന്ന് ചോദിച്ചാൽ അത് പഞ്ഞിനൂല് ധരിക്കപ്പെട്ട വിരിയാണ്, പഞ്ഞിനൂല് കൊണ്ടുണ്ടാക്കപ്പെട്ടത്. 4ನೆಯ ನೂಲಿನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಅತ್ತಿಯ ನೂಲಿನಿಂದ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟಂತ ಆ ನೂಲೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ദൈവത്തിന്റെ സഭ പരിശുദ്ധമായിരിക്കണം. ದೇವರ ಸಭೆಯು ಪರಿಶುದ್ಧವಾಗಿರಬೇಕು. അത് യാതൊരു വിധത്തിലും മാലിന്യപ്പെടാൻ പാടില്ല. ಅದು ಯಾವ ಕಾರಣಕ್ಕೂ ಮಾಲಿನ್ಯಕ್ಕೆ ಒಳಗಾಗಬಾರದು.
അപ്രകാരം കാണപ്പെടേണ്ടതിനു വേണ്ടിയാണ് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ദൈവത്തിന്റെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಹಾಗೆ ಕಾಣಪಡಬಾರದೆಂಬುದಾಗಿ ಅಪೊಸ್ತಲರನ್ನು ಪ್ರವಾದಿಗಳನ್ನು ಬೋಧಕರನ್ನು ಉಪದೇಶಕರನ್ನು ಆತನು ದೇವರ ಸಭೆಯಲ್ಲಿ ಉಂಟು ಮಾಡಿದನು, ಇರಿಸಿದನು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധിയെ പാലിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ ആർത്തുഘോഷിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സഭയുടെ ശിരസ്ത്രാണമായി നമുക്കുണ്ട്. ಪರಿಶುದ್ಧತೆಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಪರಿಶುದ್ಧರಾಗಿ ಜೀವಿತ ಮಾಡುವಂತಹ ದೇವರ ಮಕ್ಕಳಿಗೆ ಅವರಿಗೆ ಅವರ ಸಭೆಯಲ್ಲಿ ನಮ್ಮ ಕರ್ತನು ತಾನೇ ಶಿರಸ್ತ್ರಾಣವಾಗಿ ಕಾರ್ಯ ಮಾಡುವನಾಗಿದ್ದಾನೆ. സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലയമാണ്. ಸಭೆ ಎಂಬುದಾಗಿ ನಾವು ಹೇಳುವಾಗ ಅದು ದೇವರ ಆಲಯವಾಗಿದೆ. നാമ ദൈവത്തിന്റെ ആലയമാണെന്ന് പൗലോസ് പറയുന്നു. ನೀವಾದರೂ ದೇವರ ಆಲಯವಾಗಿದ್ದೀರಿ ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳಿದ್ದಾಗಿ ನಾವು ಕಾಣುತ್ತೇವೆ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ದೇವರ ಆತ್ಮನ ಮೇಲೆ ವಾಸ ಮಾಡುತ್ತಾನಲ್ಲ ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳುತ್ತಾನೆ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് അവനെ മഹത്വപ്പെടുത്തണം. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಪೌಲನು ಹೇಳುವಂತ ಏನಂದ್ರೆ, ನಮ್ಮ ಶರೀರದ ಮೂಲಕವಾಗಿ ನಮ್ಮ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಉಂಟು ಮಾಡುವವರಾಗಿರಬೇಕು. Praise the Lord. Hallelujah. Hallelujah. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കേൾക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയുകയാണ്, നമ്മുടെ കർത്താവ് നമ്മുടെ ശിരസ്ത്രാണമാണ്, രക്ഷയാണ്. ನಮ್ಮ ವಿವಿಧ ಸ್ಥಳಗಳಿಂದ ಕೇಳ್ತಾ ಇರುವಂತಹ ದೇವರ ಮಕ್ಕಳಿಗೆ ನಾನು ತಿಳಿಸುವುದೇಂದ್ರೆ, ನಮ್ಮ ಕರ್ತನು ನಮ್ಮ ರಕ್ಷಕನಾಗಿದ್ದಾನೆ, ಆತನು ನಮ್ಮ ಶಿರಸ್ತ್ರಾಣವಾಗಿ ಕಾರ್ಯ ಮಾಡುವನಾಗಿದ್ದಾನೆ. അവന്റെ രക്ഷയെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ಆತನ ರಕ್ಷಣೆ ಕುರಿತಾಗಿ ನಾವು ತಿಳಿಸುವಾಗ നാം എത്രമായ ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം സമയങ്ങളിൽ ഇവിടെ നിന്ന് പോകേണ്ടവരായിരുന്നു. ನಾವು ಯಾವ್ದೆಲ್ಲ ಸಮಯದಲ್ಲಿ ಯಾವ್ದೆಲ್ಲ ಗಳಿಗಳಲ್ಲಿ ಈ ಲೋಕವನ್ನೇ ಬಿಟ್ಟು ನಾವು ಅಗಲಿ ಹೋಗಬೇಕಾಗಿತ್ತು. എന്റെ ജീവിതത്തിന്റെ അനുഭവം പറഞ്ഞാൽ മഹാരോഗമായ ക്യാൻസറിൽ നിന്ന് പോലും ദൈവം എന്നെ വിടുവിച്ചു. ನನ್ನ ಜೀವಿತದ ಅನುಭವ ನಾನು ಹೇಳುವುದಾದ್ರೆ, ಮಹಾರೋಗವಾದ ಕ್ಯಾನ್ಸರ್ ಸಹ ದೇವರು ನನಗೆ ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. ഈ വാർദ്ധക്യത്തെ സമയത്തും കർത്താവ് ശിരസ്ത്രാണമായിട്ടുള്ളത് കൊണ്ട് ധൈര്യത്തോടെ ഈ മഹത്വമുള്ള ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം ശക്തി നൽകുന്നു. ಈ ವೃದ್ಧಾಪ್ಯ ಕಾಲದಲ್ಲೂ ಸಹ ಆತನ ಮಹಿಮೆಯ ಶಿರಸ್ತ್ರಾಣವಾಗಿ ನನಗಿರುವುದರಿಂದ ಈ ಕಾಲದಲ್ಲೂ ಸಹ ಕರ್ತನ ಮಹಿಮೆಯ ಸೇವೆಯಲ್ಲಿ ಪಾಲುಗಾರರಾಗಿ ഇതുവരെಗೂ ಕಾರ್ಯನಿರ್ವಹಿಸುವ ಹಾಗೆ ದೇವರು ಬಲಪಡಿಸುತ್ತಾ ಇದ್ದಾನೆ. അന്ധകാരം പറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിന്റെ വരവ് വരെ മഹത്വമുള്ള ശുശ്രൂഷ ശക്തിയോടെ ചെയ്യുവാൻ, അനുഭവത്തോടെ ചെയ്യുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ಅಂಧಕಾರದಿಂದ ತುಂಬಲ್ಪಟ್ಟಂತಹ ಈ ಲೋಕದಲ್ಲಿ ಈ ಮಹಿಮೆಯ ಸೇವೆಯನ್ನು ಶಕ್ತಿಯಿಂದಲೂ ದೇವರ ಮಹಿಮೆಗೆ ಅನುಸಾರವಾಗಿಯೂ ಮಾಡಲು ದೇವರ ಕೃಪೆ ಕೊಡಲಾಗಿ ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. നാം ആരാണെന്നാണ് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞത്. പൗലನು തെസ്സലോനിಕ ಸಭೆ ವಿಶ್ವಾಸಿಗಳಿಗೆ ಹೇಳುವಾಗ, ನಾವು വെളിച്ചത്തിന്റെ മക്കളാണ്, നാം വെളിച്ചത്തിന്റെ മക്കളാണ്, ನಾವು ಬೆಳಕಿನ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. ഹല്ലേലൂയ. നമ്മുടെ വെളിച്ചം ലോകം കാണണം. ನಮ್ಮಿಂದ ಬೆಳಕು ಲೋಕವು ಕಂಡುಕೊಳ್ಳಬೇಕು. തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കണം. ದೀಪಸ್ತಂಭದ ಮೇಲೆ ಇಡಲ್ಪಟ್ಟಂತ ಒಂದು ಬೆಳಕಾಗಿ ಬೆಳಕನ್ನು ನಾವು ಕೊಡುವರಾಗಿರಬೇಕು. വിളക്ക് കത്തിച്ച് മൂടി വെക്കരുത്. ಯಾರು ಆ ದೀಪವನ್ನು ಹಚ್ಚಿ ಯಾರು ಮರೆ ಮಾಡಿ ಮುಚ್ಚಿಡಬಾರದು. ഈ പ്രകാശം ലഭിക്കപ്പെട്ട ദൈവമക്കൾ, ಈ ಪ್ರಕಾಶವನ್ನು ಹೊಂದಲ್ಪಟ್ಟವರೇ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. പകൽ ഉള്ളിടത്തോളം കാലം ഈ മഹത്വമുള്ള ശുശ്രൂഷ ഞാൻ ചെയ്യുമെന്നുള്ള നല്ല തീരുമാനം ദൈവമക്കൾക്ക് ഉണ്ടാകട്ടെ. ಆಗಲಿರುವವರೆಗೂ ಸಹ ಈ ಮಹಿಮೆಯ ಸೇವೆಯನ್ನು ನಾನು ಮಾಡುತ್ತೇನೆಂಬ ತೀರ್ಮಾನ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳಿಗೆ ಇರಬೇಕಾಗಿದೆ. ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ പറയുന്നത്, ಈ ವಾಕ್ಯವನ್ನು ಕೇಳ್ತಾ ಇರುವಂತ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳಿಗೆ ನಾನು ಹೇಳುವುದೇನೆಂದರೆ, ഈ ശ്രേഷ്ഠകരമായ ഈ മഹത്വകരമായ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. ಈ ಭಾಗ್ಯಕರವಾದಂತಹ ನಿರೀಕ್ಷೆ, ಈ ಭಾಗ್ಯಕರವಾದ ಪದವಿ ದೇವರ ಮಕ್ಕಳಿಗೆ
ದೇವರು ತಾನೇ ದಯಪಾಲಿಸಿದ್ದಾನೆ. വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ അവന് വേണ്ടി നല്ല യോദ്ധാവായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ನಾವು ಪರಿಶುದ್ಧತೆಯಿಂದಲೂ ನಂಬಿಗಸ್ತಕ್ಕಿಂತಲೂ ಒಳ್ಳೆ ಸೇನೆಯಲ್ಲಿ ಸೇನಾಧಿಕಾರಿಯಾಗಿ ಸೇನೆಯಲ್ಲಿ ಪಾಲುಗಾರ ಸೈನಿಕರಾಗಿ ನಿಲ್ಲಬೇಕೆಂಬುದಾಗಿ ದೇವರ ಆತ್ಮ ನಮ್ಮಿಂದ ಬಯಸುವನಾಗಿದ್ದಾನೆ. ഈ വചനങ്ങളാൽ നാം എന്നും സന്തോഷമുള്ളവരായി കാണപ്പെടും. ಈ ವಾಕ್ಯಗಳ ಮುಖಾಂತರವಾಗಿ ನಾವು ಯಾವಾಗಲೂ ಸಂತೋಷ ಉಳ್ಳವರಾಗಿರೋಣ. നാം പ്രത്യാശയുള്ളവരായി കാണപ്പെടണം. ನಾವು ನಿರೀಕ್ಷೆ ಉಳ್ಳವರಾಗಿ ಕಾಣಲ್ಪಡಬೇಕು. നാം സിദ്ധതയുള്ളവരായി കാണപ്പെടണം. ನಾವು ಸಿದ್ಧತೆಯುಳ್ಳವರಾಗಿ ಕಾಣಲ್ಪಡಬೇಕು. ഏതു നിമിഷത്തിലും കർത്താവ് വന്നാൽ നാം എടുക്കപ്പെടുമെന്നുള്ള പൂർണ്ണമായ പ്രത്യാശ നമ്മളിൽ ഉണ്ടാകും. ಯಾವ ನಿಮಿಷದಲ್ಲೂ ನಮ್ಮ ಕರ್ತನು ಬರುವುದಾದ್ರೆ ನಾವು ತೆಗೆಯಲ್ಪಡುತ್ತೇವೆ ಎಂಬ ನಿರೀಕ್ಷೆ ನಮ್ಮೊಳಗೆ ಇರಬೇಕು. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും. ದೇವರಾದ ಕರ್ತನು ಈ ವಾಕ್ಯಗಳ ಮುಖಾಂತರವಾಗಿ ನಿಮ್ಮೆಲ್ಲರನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸೋಣ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുവചനം ജീവനും ശക്തിയുള്ളതാകയാൽ നിന്റെ തിരുവചന പ്രകാരം ജനത്തെ അനുഗ്രഹിക്കണമേ. ജനത്തിന്റെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. തിരുവചനത്തിൽ അരുളി ചെയ്ത പ്രകാരമുള്ള എല്ലാ രക്ഷണയുടെ ഭദ്രതയും ദൈവത്തിന് ജനത്തിന് നൽകണമേ. കേൾക്കപ്പെടുന്നവരാരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യവും ദൈവം നൽകണമേ, സമാധാനം നൽകണമേ. ശുശ്രൂഷയിൽ സഹായിച്ച ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പ്രത്യേകം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.